ഈ ഒരു വെക്കേഷനിൽ നടക്കാതെ പോയൊരു ആഗ്രഹമാണ് ചേച്ചിയുടെ മക്കളെ വീട്ടിൽ കൊണ്ട് നിർത്താൻ എന്നുള്ളത്. അവർ അരങ്ങേറ്റവും കാര്യങ്ങളായതുകൊണ്ട് അവർ ഭയങ്കര ബിസിയായിരുന്നു. എന്നാൽ പിന്നെ ഫ്രൈഡേ ഈവനിങ് കൊണ്ടുവന്നിട്ട് സൺഡേ കൊണ്ട് വിടാമല്ലോ എന്നുള്ള പ്ലാനിങ്ങിൽ പാറു എടുക്കാൻ പോയിട്ടുണ്ട് ചേച്ചീനെ. അപ്പോഴത്തേനും കീത്തു എന്തെങ്കിലും മീനെ മേടിക്കാൻ പോയിട്ട് വന്നപ്പോൾ പഴംപൊരിയും കൂടെ മേടിച്ചു വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ കുറേ ഷോർട്ട് മാക്സി മേടിച്ചത് കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഒരെണ്ണമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കംഫർട്ടബിളാണ്, മഴക്കാലത്തും അടിപൊളിയായിരിക്കുമല്ലോ. അപ്പോൾ ഇന്ന് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. വീട്ടിൽ ചപ്പാത്തി കുഴയ്ക്കാൻ ഞങ്ങൾക്ക് ശരിക്കും അറിയത്തില്ല. ചപ്പാത്തി കുഴയ്ക്കുന്നതിന് കറക്റ്റ് ഒരു നാക്ക് വേണം. ഇത്തിരി വെള്ളം കൂടി പോയിട്ടുണ്ടായിരുന്നു. അപ്പം അച്ഛൻ പറഞ്ഞു ഇങ്ങോട്ട് തന്നിങ്ങോട്ട് ഞാൻ ശരിയാക്കി തരാറുണ്ട്. സ്ലാബൊക്കെ വൃത്തിയാക്കി അവിടെ വെച്ചിട്ട് ചപ്പാത്തി മാവ് സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെനിക്ക് കാലുവേൻ എടുത്ത് കുറച്ച് നേരം റെസ്റ്റ് എടുക്കുമായിരുന്നു. ചപ്പാത്തി മാവ് കുറച്ച് നേരം ഇരിക്കണമല്ലോ. ഉണ്ടുണ്ടാക്കിയിട്ട് ഇത് ഇലക്ട്രിക് ചപ്പാത്തി മേക്കറാണ്. മക്കൾ ഒരു രക്ഷയില്ല. നമ്മൾ ഈ മാവ് കറക്റ്റായിട്ട് നമ്മൾ സെറ്റാക്കി വെക്കണം. കുഴ ശരിയായിരിക്കണം. അതിനുശേഷം ഇതിൽ ജസ്റ്റ് ഇങ്ങോട്ട് വെക്കുക, ഇതങ്ങോട്ട് അമർത്തുക. അപ്പോൾ നമ്മുടെ ചപ്പാത്തി പരത്തേണ്ട ആ ഒരു ഡ്യൂട്ടി കഴിഞ്ഞു. നമ്മൾ ഇതിൽ വെച്ചിട്ട് തന്നെ ചപ്പാത്തി കുക്കായി കിട്ടും. ജസ്റ്റ് ഒരു ബബിൾസ് വരുമ്പോൾ നമ്മളൊന്ന് തിരിച്ചു മറിച്ചിട്ടിട്ട് ഈ സാധനം അടച്ചു വയ്ക്കുക. അപ്പോൾ നോക്കി ഈ സാധനം ഇങ്ങനെ വീർത്ത് വീർത്ത് ഇങ്ങനെ വന്ന് ബോൾ പോലെ നിൽക്കും. ഇതിന് ഒരുപാട് വീഡിയോസ് കണ്ടിട്ട് മേടിച്ചൊരു ഐറ്റമാണ് കേട്ടോ. കാരണം ഇവിടെ ചപ്പാത്തി പരത്താനും കുഴയ്ക്കാനൊക്കെ എല്ലാവർക്കും മടിയാണ്. സമയവും ഒരുപാടുണ്ട്. ഒരുപാട് ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടേ. നമ്മൾ 10 പേരുണ്ടല്ലോ. ഇതാകുമ്പോൾ പരത്തേണ്ട പണിയും ചുടേണ്ട പണിയൊന്നുമില്ല. ഇടുമ്പോഴത്തേനും ഈ സാധനം അടിപൊളിയായിട്ട് കുക്കാവും. എന്താ പറയുക, ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. കുഴ ശരിയായിരിക്കണം, അത് ഞാൻ പറയുന്നു കേട്ടോ. നമ്മുടെ കുഴ അടിപൊളിയായിരിക്കണം. ഞാനപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ കുഞ്ഞിപ്പാറും നമ്മുടെ പാറുമോൾ എത്തി. പിന്നെ നേരെ ഇവർ റൂമിൽ കയറി ഇവളുടെ സ്റ്റഡി ടേബിൾ വൃത്തിയാക്കലായിരുന്നു കേട്ടോ പണി. നമ്മൾ കാർത്തികയുടെ പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്, അവരെന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ബട്ടർ ചിക്കൻ ഏട്ടൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, ഈ ചപ്പാത്തി മേക്കർ യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഏട്ടൻ പറയുന്നത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ടെന്ന്. ഇനിയിപ്പോൾ എന്തായാലും എല്ലാ ദിവസവും ഇവിടെ ചപ്പാത്തി ആയിരിക്കും. കാരണം ഇവിടെ പരത്തലും ഇതാക്കലൊന്നും വേണ്ടല്ലോ. ജസ്റ്റ് ഒന്ന് കുഴ മാത്രം സെറ്റാക്കി വെച്ചാൽ പോരെ. അങ്ങനെ കിടക്കേണ്ട ഡ്യൂട്ടിയാണ്. ഈ ഒരു കിടക്ക് മേടിച്ചതിൻ്റെ ഉപകാരം ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഹോസ്റ്റലിൽ പഠിക്കുന്ന പിള്ളേർക്കൊക്കെ ഇത് അടിപൊളിയായിരിക്കും കേട്ടോ. നമ്മൾ വളരെ വില കുറവിന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു കിടക്കയാണ് അത്. അപ്പോൾ ഏട്ടൻ താഴത്ത് കിടമ്പോൾ ഞങ്ങൾ 4 പേരും മേലെ കിടക്കാമെന്ന് വെച്ചാൽ പിള്ളേർക്ക് എന്തൊരു സന്തോഷമാണ്. ഇവരിങ്ങനെ കാണുമ്പോൾ ഞാൻ കുഞ്ഞിലേ പോയിട്ട് എൻ്റെ കസിൻ്റെ വീട്ടിലൊക്കെ നിന്നിട്ടുണ്ട്. ആ ഒരു കാര്യമാണ് എനിക്ക് ഓർമ്മ വരുന്നത് കേട്ടോ.